പ്രിയപ്പെട്ട 1-ാം ക്ലാസ്സിലെ കുട്ടികളെ, നമുക്ക് അറബിക് പാഠപുസ്തകം പഠിച്ചു തുടങ്ങാം. അറബിക് പാഠപുസ്തകത്തിൽ കുറേ കഥകളും കവിതകളും ഒക്കെ ഉണ്ട്. നമുക്കത് പഠിച്ചു നോക്കാം. അൽ വഹദത്തുൽ ഊല, 1-ാമത്തെ പാഠം, അതിലുള്ള 1-ാമത്തെ യൂണിറ്റാണിത്. ഇവിടെ ഇതൊരു ആട്ടിൻകുട്ടിയുടെ കഥയാണ്. ഒരിക്കൽ ഒരു ആട്ടിൻകുട്ടി കാട്ടിലേക്ക് പോയി. കാട്ടിൽ പോയി അവിടെ ഇലകളൊക്കെ തിന്ന് പുല്ലുകളൊക്കെ തിന്ന് ആട്ടിൻകുട്ടി തിരിച്ചു വരികയാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വഴി തെറ്റിപ്പോയി. വീട്ടിലേക്ക് എങ്ങനെ പോകണമെന്ന് ആട്ടിൻകുട്ടിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആട്ടിൻകുട്ടിക്ക് പേടിയായപ്പോൾ അത് കരയാൻ തുടങ്ങി. എങ്ങനെയാ കരയുന്നത്? ഉമ്മി ഉമ്മി എന്ന് വിളിച്ചുകൊണ്ടാണ് കരയുന്നത്. ഉമ്മ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ടാണ് ആട്ടിൻകുട്ടി കരയുന്നത്. ആട്ടിൻകുട്ടി തൻ്റെ ഉമ്മയെ വിളിക്കുകയാണ്. ഉമ്മ, ഞാനിവിടെ ഒറ്റക്കായിപ്പോയി എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഉമ്മ എന്നെങ്ങനെയാണ് വിളിച്ചത്? അറബിയിൽ വിളിക്കുമ്പോൾ ഉമ്മി എന്നാണ് വിളിക്കേണ്ടത്. ഉമ്മി ഉമ്മി, എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ എന്ന് ആട്ടിൻകുട്ടി വിളിക്കുകയാണ്. കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അത് ആര് കണ്ടു? ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു സിംഹമാണത് കണ്ടത്. സിംഹം അങ്ങനെ ആട്ടിൻകുട്ടിയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ആട്ടിൻകുട്ടിയുടെ അടുക്കൽ സിംഹം വന്നപ്പോൾ ആട്ടിൻകുട്ടി പേടിച്ചുപോയി, കൂടുതൽ പേടിച്ചുപോയി. ഇതാരാണ് വന്നിരിക്കുന്നതല്ലേ? വലിയൊരു ജീവി. ആദ്യമായിട്ടാണ് സിംഹത്തിനെ ആട്ടിൻകുട്ടി കാണുന്നത്. കണ്ടപ്പോൾ തന്നെ ആട്ടിൻകുട്ടിക്ക് പേടിയായി. എന്നിട്ട് ആട്ടിൻകുട്ടി ചോദിക്കുകയാണ് സിംഹത്തിനോട്. എന്താണ് ചോദിക്കുന്നത്? മൻ. എന്താണ് ചോദിക്കുന്നത്? പറയൂ. മൻ എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് മൻ. മൻ എന്നാണ് ഇത് വായിക്കുക. ആട്ടിൻകുട്ടി സിംഹത്തിനോട് ചോദിച്ചു, മൻ. മൻ പേടിയോടെ ചോദിക്കുന്നത്. എന്തായിരിക്കും മൻ? മൻ എന്ന് ചോദിച്ചാൽ ആര്? ആരാണ്? നിങ്ങൾ ആരാണ് അല്ലേ? മൻ, ആര്? ആര് എന്നാണ് ആട്ടിൻകുട്ടി ഈ സിംഹത്തിനോട് ചോദിക്കുന്നത്. അപ്പൊ സിംഹം എന്താണ് മറുപടി പറയുന്നത്? സിംഹം മറുപടി പറയുന്നത് അന അസദ്. അന അസദ്, ഞാനൊരു സിംഹമാണ് എന്നാണ് മറുപടി പറയുന്നത്. മൻ എന്ന് ആട്ടിൻകുട്ടി ചോദിച്ചപ്പോൾ സിംഹം അന അസദ് എന്ന് പറഞ്ഞു. ഞാനൊരു സിംഹമാണെന്ന്. സിംഹത്തിന് എന്താ ഇപ്പൊ പറയുക? അസദ്. സിംഹത്തിന് അസദ് എന്ന് പറയും. അന എന്നാണ് ആദ്യം പറഞ്ഞത് അല്ലേ? അന അസദ്, ഞാൻ അസദാണ്. അപ്പോൾ അന എന്ന് പറഞ്ഞാൽ എന്താ? അറബിയിൽ ഞാൻ എന്ന് പറയാനാണ് അന എന്ന് പറയുന്നത്. അന അസദ്, ഞാനൊരു സിംഹമാണ് എന്ന് സിംഹം ആട്ടിൻകുട്ടിയോട് പറഞ്ഞു. പിന്നെ സിംഹം ആട്ടിൻകുട്ടിയോട് ചോദിക്കുകയാണ്, ലിമ തബ്കി, നീ എന്തിനാണ് കരയുന്നത്? ലിമ തബ്കി, നീ എന്തിനാണ് കരയുന്നത്? ആ ആട്ടിൻകുട്ടി പറയുന്നു, ഉമ്മി അബി, എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ അല്ലേ, അച്ഛനെയും അമ്മയെയും ഒക്കെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എനിക്ക് കാണണം, എനിക്ക് അവരുടെ അടുക്കലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. ഉമ്മി എന്നാൽ എൻ്റെ ഉമ്മ അല്ലേ? അബി എന്ന് പറഞ്ഞാലോ എൻ്റെ ഉപ്പ. അപ്പോൾ അബി ഉമ്മി എന്ന് വിളിച്ചുകൊണ്ടാണ് ആട്ടിൻകുട്ടി കരയുന്നത്. അപ്പോൾ സിംഹം ചോദിക്കുകയാണ്, ഐന ഉമ്മുക്ക, നിന്റെ ഉമ്മ എവിടെ? ഐന ഉമ്മുക്ക, എന്താണ് ചോദിച്ചത്? ഐന ഉമ്മുക്ക, നിന്റെ ഉമ്മ എവിടെ? ഐന എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ. ആട്ടിൻകുട്ടി ആദ്യം ചോദിച്ചത് മൻ എന്നാണ് അല്ലേ? ആര്. സിംഹം ചോദിക്കുന്നു ഇവിടെ ഐന ഉമ്മുക്ക, നിന്റെ ഉമ്മ എവിടെ? ഐന, എവിടെ. അപ്പൊ ആട്ടിൻകുട്ടി എന്താണ് ഉത്തരം പറയുന്നത്? ഫിൽ ബൈത്ത്. ഫിൽ ബൈത്തി എന്നാണ് ഉത്തരം പറയുന്നത്. എന്തായിരിക്കും ഫിൽ ബൈത്തി? വീട്ടിൽ. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീട്. നമ്മുടെ വീടുണ്ടല്ലോ, വീടിന് അറബിയിൽ എന്ത് പറയും? ബൈത്ത്. അപ്പൊ ആട്ടിൻകുട്ടി പറയുകയാണ് ഫിൽ ബൈത്ത്, വീട്ടിൽ. എൻ്റെ ഉമ്മ എവിടെയാണുള്ളത്? വീട്ടിലാണുള്ളത്. പക്ഷെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ വഴി മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സിംഹം പറഞ്ഞു, പേടിക്കണ്ട, നറൂഹു ഇലൽ ബൈത്തി, നമുക്ക് വീട്ടിലേക്ക് പോകാം. നറൂഹു ഇലൽ ബൈത്തി എന്ന് പറഞ്ഞു സിംഹം. നീ പേടിക്കണ്ട,
നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സിംഹം ആട്ടിൻകുട്ടിയെയും കൂട്ടിയിട്ട് ആട്ടിൻകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല സിംഹം അല്ലേ? സാധാരണ സിംഹം ആട്ടിൻകുട്ടിയെ കണ്ടാൽ കടിച്ചു കീറി തിന്നും. പക്ഷെ ഈ സിംഹം ആട്ടിൻകുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതാ സിംഹം അല്ലേ? എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? അസദ്. സിംഹത്തിന് എന്താ പറയുക? അസദ്. ഇവിടെ ചുവന്ന നിറത്തിലൊരു അക്ഷരം കാണുന്നുണ്ടോ? അതാണ് അ. ആ കുത്തനെയുള്ള വര അതിന് അലിഫ് എന്ന് പറയും. അതിൻ്റെ മേലുള്ളത് ഹംസ എന്ന് പറയും. ഹംസയുടെ മേലുള്ളത് ഒരു വര, ചെറിയ വര അല്ലേ? ആ വരയ്ക്ക് ഫത്ഹ് എന്ന് പറയും. അപ്പോൾ അലിഫിന്റെ മേലെ ഹംസ ഇട്ട് അതിൻ്റെ മേലെ ഒരു ഫത്ഹ് ഇട്ടാൽ അ എന്നാണ് വായിക്കുക. ആ എന്ന് നിങ്ങൾ സ്ലേറ്റിലും നോട്ട് പുസ്തകത്തിലോ എഴുതി നോക്കണം, എഴുതി പഠിക്കണം. ആ എന്ന് അലിഫ് എഴുതുക, മേലെ ഒരു ഹംസ ഇടുക, എന്നിട്ട് ഒരു ഫത്ഹ് മേലിടുക. ഇവിടെ നോക്കൂ, സിംഹവും ആട്ടിൻകുട്ടിയും ഉണ്ട് അല്ലേ? ഇവിടെ ഒരു വര കാണുന്നില്ലേ? ഡാഷ് കുത്തിട്ടിട്ട് ആ വരയുടെ മേലെ കൂടെ വരക്കണം. എവിടെ നിന്നും തുടങ്ങും? സിംഹത്തിന്റെ അടുത്ത് നിന്ന് തുടങ്ങണം. ആ കുത്തുകളിൽ കൂടെ വരക്കുക. എന്നിട്ട് ഇങ്ങനെ 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 വരച്ച് എവിടെ എത്തണം? ഈ ആട്ടിൻകുട്ടിയുടെ അടുക്കൽ എത്തണം. അസദിൽ നിന്നും തുടങ്ങണം, ആടിലെത്തണം. ആ കുത്തുകൾക്ക് മേലെ കൂടെ വരക്കുക. അതേപോലെ ഇവിടെയും ആട്ടിൻകുട്ടിയിൽ നിന്നും വരക്കാൻ തുടങ്ങണം കുത്തുകൾക്ക് മേലെ കൂടെ. എന്നിട്ട് എവിടെ എത്തണം? ഈ വീട്ടിലെത്തണം. ഓക്കെ. സിംഹം ആട്ടിൻകുട്ടിയെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണത്. ഇവിടെ നുലവിനും നിറം കൊടുക്കണം. ഒരു അസദിനെ, ഒരു സിംഹത്തെ ഇവിടെ വരച്ചിട്ടുണ്ട്, പക്ഷെ നിറമില്ല. നിങ്ങളുടെ കയ്യിൽ കളർ പെൻസിൽ, കളറുകൾ, സ്കെച്ച് പെൻസിലൊക്കെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് സിംഹത്തിന് നല്ല നിറം കൊടുത്ത് സുന്ദരനാക്കുക. ഇവിടെ അസദ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ അസദിന്റെ ആ എന്ന അക്ഷരത്തിനും നിറമില്ല, അതിനും ഒരു നിറം കൊടുക്കണം. അസദ് ആ എന്ന് എഴുതി പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? കുറേ പ്രാവശ്യം എഴുതി നോക്കണം, എന്നാലാണ് എഴുതാൻ പഠിക്കുകയുള്ളൂ. ഇവിടെ ഇത് ഹംസ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിനും നിറം കൊടുക്കുക. ഇവിടെ അലിഫും അതിൻ്റെ മേലെ ഹംസയും ഉണ്ടല്ലേ, അതിനും നിറം കൊടുക്കുക. ഈ കുത്തുകളിട്ട അലിഫിന്റെ മേലെ കൂടെ വരക്കുക. ആദ്യം അലിഫ് വരക്കുക, അതിൻ്റെ ശേഷം ഹംസ വരക്കുക. ഓക്കെ. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 3 അക്ഷരങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ സിംഹത്തിന്റെ ചിത്രമുണ്ട്, അതിൻ്റെ വലതുവശത്ത് 3 അക്ഷരങ്ങളുണ്ടല്ലേ? ഏറ്റവും മേലെയുള്ളത് നമ്മളിപ്പോൾ പഠിച്ചു. അലിഫിന്റെ മേലെ ഹംസയും അതിൻ്റെ മേലെ ഫതഹും. അങ്ങനെ ഇട്ടാൽ ആ എന്ന് വായിക്കും. ഇനി രണ്ടാമത്തെ കള്ളിയിലുള്ളതോ? അലിഫിന്റെ അടിയിലാണ് ഹംസ ഇട്ടിരിക്കുന്നത്, അതിൻ്റെയും അടിയിലൊരു വര ഇട്ടിരിക്കുന്നു. അങ്ങനെ അക്ഷരത്തിന്റെ അടിയിൽ ഇട്ട വരക്ക് കസ്റ് എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ അലിഫിന്റെ അടിയിൽ, ഹംസയുടെ അടിയിൽ കസ്റിട്ടാൽ ഇ എന്നാണ് വായിക്കേണ്ടത്, ഇ. മൂന്നാമത്തെ കള്ളിയിൽ നോക്കൂ, അലിഫിന്റെ മേലെ ഹംസയുണ്ട്, അതിൻ്റെ മേലെ ഒരു വളഞ്ഞ വരയാണുള്ളത് അല്ലേ? അതിനാണ് ലം എന്ന് പറയുക. അപ്പോൾ ലം മേലെ ഇട്ടാൽ ഉ എന്ന് വായിക്കും. ഒന്നുകൂടെ വായിച്ചു നോക്കൂ. ഏറ്റവും മേലെയുള്ള അക്ഷരം ആ, താഴെയുള്ളത് രണ്ടാമത്തേത് ഇ, മൂന്നാമത്തേത് ഉ. ആ, ഇ, ഉ. അങ്ങനെയാണ് ആ എന്നും ഇ എന്നും ഉ എന്നും എഴുതേണ്ടത്. അത് നിങ്ങൾ നന്നായി എഴുതി പരിശീലിക്കണം. ഇനിയോ, ഇവിടെ ഈ സിംഹത്തിന്റെ അടിയിൽ ഒരു ഡാഷ് കാണാം അല്ലേ? കുത്ത്. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരം എഴുതി ചേർക്കണം. ഏതക്ഷരമാണ് എഴുതേണ്ടത്? ആ എന്നാണോ, ഇ എന്നാണോ, ഉ എന്നാണോ? ആ എന്നാണ് ചേർക്കേണ്ടത് അല്ലേ? ആ എന്ന് ചേർത്താൽ അസദ് എന്ന് വായിക്കാം. സിംഹത്തിന് അസദ് എന്നാണ് പറയുക അല്ലേ? ഇസദ് എന്നോ ഉസദ് എന്നോ അല്ല, അത് തെറ്റാണ്. അപ്പൊ അവിടെ ആ എന്ന് എഴുതുക. അപ്പോൾ അസദ്, സിംഹം എന്ന് കിട്ടും. ഓക്കെ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ പാഠം പഠിക്കാം.